എല്ലാവരും അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ്. വെറുതെ ഇരുന്ന് തൗബ ചെയ്തിട്ട് കാര്യമില്ലടോ, ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ പറയണേ, പറയേണ്ടതുപോലെ പറയണേ. ഒരുപാട് തെറ്റ് ചെയ്തവരുണ്ടല്ലോ, ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ. ഉസ്താദേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ കള്ളുകുടിച്ചിട്ടുണ്ട്, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ പലിശ വാങ്ങിയിട്ടുണ്ട്, പലിശ കൊടുത്തിട്ടുണ്ട്, ഉസ്താദേ ഒരുപാട് നിസ്കാരങ്ങൾ മുടക്കിയിട്ടുണ്ട്. അല്ല എനിക്ക് പുറത്തു തരുമോ? അല്ല എനിക്ക് പുറത്തു തരുമോ? പെങ്ങളെ, ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടോ? പാപം ചെയ്യാത്ത ആരുമില്ല, പാപം ചെയ്യാത്ത ആരുമില്ല. എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ. എത്ര വലിയ പാപം ചെയ്താലും നിന്റെ അല്ല പുറത്തു തരും പെങ്ങളെ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. നീ എന്തിനാ ഭയപ്പെടുന്നത്? തൗബ ചെയ്യാതെ മരിക്കരുത്. എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എപ്പോഴാ മരിക്കുന്നത്? തൗബ ചെയ്യാൻ മരണത്തിന്റെ സമയം അറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. ഒരാൾ മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. ആ മരിക്കുന്ന സമയം എപ്പോഴാണ് അല്ലാഹുവേ അറിയൂ. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരാൾ എപ്പോൾ എവിടെ കിടന്നു മരിക്കും അല്ലാഹുവിനെ അറിയൂ. ഈ വഅദ് പറയുന്ന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ, ഇറങ്ങി പോകുമ്പോഴാണോ, വണ്ടിയിലാണോ, വീട്ടിലാണോ, എവിടെയാണോ? അല്ലാഹു അഅലം. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ, അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോ മരിച്ചാലും തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും തൗബ ചെയ്യാറുണ്ട്, എല്ലാരും തൗബ ചെയ്യാറുണ്ട്. തൗബ ചെയ്യാത്തവരൊന്നുമില്ല. തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ അറിയത്തില്ലെന്നേ ഉള്ളൂ. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയില്ല. നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ വല്ലാത്തതാ. എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആവൊന്നുമല്ല. എടോ, പറയുന്ന വാക്ക് ഒരു ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടാകണം. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ പണ്ട് നബിതങ്ങൾ ഒരു വലിയ ശബ്ദത്തിൽ കടന്ന് വിളിച്ചു പോകുന്നതിനല്ല തൗബ എന്ന് പറയുന്നത്. 27-ാം രാവിന്റെ അന്ന് പോവാ, എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാന്ന്. അന്ന് മാത്രമേ ഉള്ളെന്ന് അവന്റെ വിചാരം. ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? കടന്ന് വിളിച്ചു പോകലൊന്നുമല്ല. ഒരു സഹാബി വലിയ ശബ്ദത്തിൽ കടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചെവി വെക്കുമെന്ന് പറയാൻ. അല്ല കേൾവിയുള്ളവൻ അവൻ്റെ അടുത്ത് പോയി പറയാൻ ഇങ്ങനെ കിടന്ന്. അങ്ങനല്ല. ഒരുപാട് ശബ്ദത്തിലും പറയരുത്, ശബ്ദം താഴ്ത്തിയും പറയരുത്, ഇടയിലുള്ള ശബ്ദം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഞാൻ ഒരു ഉദാഹരണം പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് നിർത്തിയേക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവമുണ്ട്. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ തന്റെ ജനതകളുടെ അവസ്ഥകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കും. അങ്ങനെ ഒരിക്കൽ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ രാത്രി ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട്. ഉമർ തങ്ങൾ ആ മനുഷ്യനെയും കണ്ടു, ആ മനുഷ്യൻ ഉമർ തങ്ങളെയും കണ്ടു. ആ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം 2 കുപ്പി കള്ളും കയ്യിൽ പിടിച്ചിട്ടാ വരുന്നേ. 2 കുപ്പി കള്ളും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ രാത്രി നടന്നു വരുന്നത്. എതിരെ വരുന്നത് ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഉമർ തങ്ങൾ ആരാ? കരുണ എന്ന് പറയുന്ന സ്ഥാനം ചങ്ങാതിക്കില്ല, വിട്ടുവീഴ്ച ചെയ്യൂല. ഉമർ തങ്ങളാണ് നടന്നു വരുന്നത്. ഈ മനുഷ്യൻ കയ്യിൽ കള്ളും പിടിച്ചിട്ട് ഓടാനൊന്നും പറ്റൂല. ഈ മനുഷ്യന്റെ ഏറ്റവും വിഷമം എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാള് നല്ല ആളാണെന്നാണ്. കോലം വെച്ച് നോക്കുമ്പോ അങ്ങനാണല്ലോ. താടിയും തരപ്പെല്ലാം കാണുമ്പോൾ നല്ലവനാന്ന് വിചാരിക്കും. ബാക്കിയുള്ള അവസ്ഥ അല്ലാഹുവിനെ അറിയൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യന്റെ അവസ്ഥ, ഇയാളുടെ സങ്കടം, ഉമർ തങ്ങൾ കരുതിയിരിക്കുന്നത് ഈ ചങ്ങാതി നല്ല ഒരു ചങ്ങാതിയാണെന്നാ. ഇവൻ ആ കള്ളും പിടിച്ചോണ്ട് വരുന്നത്. ഈ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവിനോട് കണ്ണടച്ചിട്ട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്തത് പാപവാ, ഞാൻ ചെയ്യുന്നത് തെറ്റാ, എനിക്കറിയാം പടച്ചവനെ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ കള്ള് കൈകൊണ്ടുപോലും ഞാൻ തൊടൂല. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറയാ, പടച്ചവനെ,
ഞാൻ തെറ്റു സമ്മതിച്ചു. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ, മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ട് പോലും ഇനി കള്ളു തൊടൂല. ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങളുടെ മുമ്പിലെത്തി. ഇത് പറഞ്ഞു തീർന്നതും ഉമർ തങ്ങളുടെ മുമ്പിലെത്തി. സലാം പറഞ്ഞു. ഉമർ തങ്ങൾ സലാം പറഞ്ഞു. ആ മനുഷ്യൻ സലാം അടക്കി. കയ്യിൽ എന്തായിരിക്കണേ? 2 കുപ്പിയല്ലേ? കയ്യിൽ എന്തായിരിക്കുന്നേ? ഉമർ തങ്ങൾ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ആ മനുഷ്യൻ ധൈര്യത്തിൽ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ വാങ്ങിച്ചു തുറന്നു നോക്കി. ആ കള്ള് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. ആ മനുഷ്യൻ പറഞ്ഞത് ഒരേ ഒരു വാക്ക്, അല്ലാഹുവേ ഞാൻ ചെയ്തത് തെറ്റാണ് പടച്ചവനെ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് പിടിക്കപ്പെടാതെ എന്നെ രക്ഷപ്പെടുത്തിയ, മരിക്കുന്ന കാലം വരെ ഞാൻ തൊടൂല. കള്ള് സുറുക്കയായി അള്ളാഹു മാറ്റിക്കൊടുത്തു. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. 2 ആ മനുഷ്യന്റെ വിശ്വാസം ഒന്ന് ചിന്തിക്കടോ. എന്ത് ധൈര്യത്തിലായിരിക്കും പറഞ്ഞത്? എന്ത് ധൈര്യത്തിലാ പറഞ്ഞത്? ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. നമ്മൾ 2 മണിക്കൂർ കിടന്ന് നിലവിളിക്കുന്നതല്ല. ആ മനുഷ്യൻ പറഞ്ഞ വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞുള്ള, ഇനി ചെയ്യില്ല അല്ലാ, ഇനി തൊടില്ല അല്ലാ. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, ഇഖ്ലാസോടുകൂടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ തൗബ സ്വീകരിച്ചത്. അതുകൊണ്ട് പെങ്ങളെ, വെറുതെ കിടന്ന കാക്കയുടെ തൗബ ചെയ്തിട്ട് കാര്യമില്ല. പറയുമ്പോ ആത്മാർത്ഥമായിട്ട് പറയണം. ഏതുപോലെ എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുമ്പിൽ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കുടിക്കാൻ വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്, വല്ലാത്ത പ്രയാസമാണ്. അതാ കുട്ടികൾക്കും മൃഗങ്ങൾക്കും ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മഴ പെയ്യാൻ ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എല്ലാവരോടും ഒരു ദിവസം ഒരുമിച്ച് കൂടാൻ, മഴ തേടിയിട്ട് ദുആ ചെയ്യാൻ. അവിടെ നിന്നൊരു ദിവസം തീരുമാനിച്ചു. എല്ലാവരും ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, വല്ലാത്ത പ്രയാസത്തിലാണ് റബ്ബേ. മൂസാ നബി ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാണ്. മൂസാ ദുആ സ്വീകരിക്കൂല, ദുആ സ്വീകരിക്കൂല. കാരണമെന്തേ? അല്ലാ നിന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്ന് നടക്കുന്ന ഒരാൾ നിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരൂല, അവൻ എഴുന്നേറ്റ് പോകാതെ ദുആ സ്വീകരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, 70,000-ഓളം വരുന്ന ജനത തന്റെ മുമ്പിൽ ഇരിക്കുകയാ. മൂസാ നബി വിളിച്ചു പറഞ്ഞു, 40 കൊല്ലമായി പടച്ച റബ്ബിനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. എഴുന്നേറ്റ് പോകണേ, എഴുന്നേറ്റ് പോകണേ. ജനങ്ങൾ എല്ലാവരും നോക്കുന്നു, ആരാ? അല്ലാഹനെ മറന്നു നടക്കുന്ന ആ മോശക്കാരനാരാട്? ചുറ്റുഭാഗം മുഴുവനും നോക്കുകയാണ്, ആരും എഴുന്നേക്കുന്നില്ല. ഈ പാപം ചെയ്തവനും അവിടെ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹുവേ ഞാനിപ്പോ എഴുന്നേറ്റ് പോയാ എല്ലാരും കാണുമല്ലോ, നാണം കെടുമല്ലോ. ആ മനുഷ്യൻ എഴുന്നേറ്റില്ല. ആ മനുഷ്യൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൻ ചിന്തിച്ചു, റബ്ബേ ഞാൻ ഇത്രയും മോശക്കാരനാണോ? ഞാൻ ഇത്രയും വലിയ പാപിയാണോ? പോലും തടഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്ക് പാപം ചെയ്തവനാണോ? ആ മനുഷ്യന് കുറ്റബോധമുണ്ടാവുകയാണ്. ആ മനുഷ്യൻ എന്തു ചെയ്തെന്നറിയുമോ? മുട്ടിലേക്ക് തല താഴ്ത്തി വെച്ചു, മുട്ടിലേക്ക് തല താഴ്ത്തി വെച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ ചെയ്തത് മുഴുവനും പാപമാണ് പടച്ചവനെ. തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും അല്ലാ ഇനി
ഒരിക്കലും ഞാൻ ചെയ്യില്ല തമ്പുരാന്. ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാ, ചെയ്തത് മുഴുവനും പാപമാണ് തമ്പുരാന്, സമ്മതിക്കുന്നു തമ്പുരാന്, കുറ്റബോധമുണ്ട് തമ്പുരാന്, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. അല്ലാഹുവേ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. ആകാശത്ത് കാർമേഘം കടന്നു വരികയാണ്, ആകാശത്ത് കാർമേഘം കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പടച്ചവനെ, ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അവിടുന്ന് പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷത്തിലാണ്. മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ, ആരും എഴുന്നേറ്റില്ലല്ലോ, ഞാൻ ദുആ ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനാ മഴ വന്നത്, പിന്നെ എങ്ങനാ മഴ പെയ്തത്? ജിബ്രീലേ, എന്താണ് സംഭവിച്ചത് ജിബ്രീൽ? മൂസാ നബിയേ, 40 കൊല്ലം തെറ്റ് ചെയ്ത് നടന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവോട് തൗബ ചെയ്തു. ആ തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ. 40 കൊല്ലം അല്ലാഹനെ മറന്ന് നടന്ന മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ചെയ്ത മനുഷ്യൻ അല്ലാഹുവോട് ദുആ ചെയ്തു, അല്ലാ, എന്റെ തൗബ സ്വീകരിച്ചാൽ നീ മഴ തരണം. അല്ലാഹു മഴ കൊടുത്തു. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.